നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGS, VFA, ബെഫ്കോ LD മുതലായ പരീക്ഷകൾക്ക് വേണ്ട 5 ഹോട്ട് ടോപ്പിക്സ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ കണ്ടായിരുന്നോ? അതിന്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ക്ലാസ്സിൽ നിന്നും ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഉത്തരം താഴെ കമന്റ് ചെയ്യുക. ഡോൾവി ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഡോൾവി ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാ? കിട്ടിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിലേ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അതുപോലെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഹോട്ട് ടോപ്പിക് ഭോജനങ്ങളെ കുറിച്ചാണ്. PSC നിരവധി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ഭോജനങ്ങൾ. നമുക്ക് 4 ഭോജനങ്ങളാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഏതൊക്കെയാണ്? പന്തി ഭോജനം, സമപന്തി ഭോജനം, മിശ്ര ഭോജനം, പ്രീതി ഭോജനം. ഈ ഓരോ ഭോജനങ്ങൾ നടത്തിയതാര് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയതാര്, അവരുടെ പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പന്തി എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പന്തി ഭോജനം നടത്തിയതാരാണ്? തൈക്കാട് അയ്യ. പന്തി ഭോജനം നടത്തിയതാരാണ്? തൈക്കാട് അയ്യ. സമപന്തി, പന്തിയുടെ കൂടെ ഒരു സമ കൂടി ചേർന്നപ്പോഴത്തേക്കും സ്വാമികൾ വന്നു. സമ ചേർന്നപ്പോൾ സ്വാമികൾ വന്നു. ആരാണത്? വൈകുണ്ഠ സ്വാമികൾ. സമപന്തി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. മിശ്ര ഭോജനം, സഹോദരൻ അയ്യപ്പൻ. നിരവധി തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1917 മിശ്ര ഭോജനം സംഘടിപ്പിച്ചതാര്? സഹോദരൻ അയ്യപ്പനാണ്. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ, പ്രീതി വാഗ്ഭടാനന്ദൻ. അപ്പൊ പന്തി തൈക്കാട് അയ്യ. അപ്പോ ഇങ്ങനെ ഓർക്കാം, കാട്ടിലേക്ക് പോകുന്നത് പന്തികേടാണ് എന്ന് ഓർത്താ പോരെ. കാട്ടിലേക്ക് പോകുന്നത് പന്തികേടാണ്. അപ്പൊ പന്തി കാട്, പന്തി കാട്, പൊന്തക്കാട് എന്ന് ഓർത്താലും മതി. പൊന്തക്കാട് അല്ലെങ്കിൽ പന്തിക്കാട്. കാട്ടിലേക്ക് പോകുന്നത് പന്തികേടാണ്. അപ്പൊ പന്തി ഭോജനം തൈക്കാട് അയ്യ. സമ കൂടി ചേരുമ്പോ സമപന്തി ഭോജനം സ്വാമി, സ്വാമി, വൈകുണ്ഠ സ്വാമി. മിശ്ര ഭോജനം പിന്നെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. PSC തന്നെ നിരവധി തവണ നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെച്ച സാധനം തന്നെയാണ്. സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. കിട്ടിയോ? ഈ 4 പോയിന്റും കിട്ടിയോ? പിന്നെ എന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചോട്ട് പോണേ. ഇത് പഠിക്കാൻ വേണ്ടി വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് റിവിഷൻ അടിക്കാൻ വേണ്ടി ഇതിന്റെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. നോട്ട് വേണമെന്നുണ്ടെങ്കിൽ S എന്ന് കമന്റ് ചെയ്തു. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനും പറ്റും കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം, പ്രിന്റ് എടുക്കാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന ഏപ്രിൽ മാസം 6-ാം തീയതി, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, LGSന്റെ പുതിയ ബാച്ച് ക്ലാസ് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. വിരലിൽ എണ്ണാവുന്ന സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഫുൾ സിലബസ് കവറേജ് ആണ്. പുറത്തുനിന്നൊന്നും പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് ക്ലാസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് എടുത്തു തരുന്നത്. ഫുൾ സിലബസ് കവറേജ് എന്ന് പറയുമ്പോൾ GK, സയൻസ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, അഡീഷണൽ ആയിട്ട് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും, മന്ത്ലി കറണ്ട് അഫയേഴ്സും ഉണ്ടായിരിക്കും. അതുപോലെ പഴയ SCRT, പുതിയ SCRT ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനും പറ്റും കേട്ടോ. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ബാച്ച് അറേഞ്ച് ചെയ്യുന്നത്. LDCയുടെ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് സീറ്റും കൂടെ ബാക്കിയുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഏപ്രിൽ 6-ാം തീയതി LGSന്റെ പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സർക്കാർ ജോലി നേടി, എന്റെ പോസ്റ്റ് ഏതാന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ LD ക്ലർക്ക് ആട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. പിന്നെ 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അപ്പോൾ ഒരു 1.25 വർഷത്തോളം നിങ്ങൾക്ക് ഒരു കോഴ്സിന്റെ വാലിഡിറ്റിയും കിട്ടും. അപ്പോൾ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന നോട്ടും എല്ലാം കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബാച്ചാണ്
നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിൽ തന്നെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പർ ആണ്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി, അവർ റിപ്ലൈ തരും കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ആദിത്യ L1. എന്താണ് ആദിത്യ L1? ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. ഇത് പറഞ്ഞപ്പോഴാണ് ആർട്ടമീസ് 2 നാസയുടെ ദൗത്യം ആർട്ടമീസ് 2 ഇന്നലെ വിജയകരമായി വിക്ഷേപിച്ചിട്ടുണ്ട്. ചന്ദ്രനെ ചുറ്റി വരുന്ന ദൗത്യമാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യം. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. 4 ബഹിരാകാശ യാത്രികരാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവരുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു ലേഡിയുണ്ട്. കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ മുടങ്ങാതെ കണ്ടോളാം. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരാം. ഇതില് ആദിത്യ L1 കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദിത്യ L1, ആദിത്യൻ ആരാണ്? സൂര്യൻ അല്ലേ? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ ദൗത്യം അല്ലെങ്കിൽ സൗര ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 പറ്റി ഇത് നടന്നപ്പോ തൊട്ട് PSC ചോദിക്കുവാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ മാസം 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. ഒരു 3 വർഷം ഒന്ന് പിന്നിലേക്ക് പോകൂ. 2023 സെപ്റ്റംബർ മാസം 2 തീയതി. വിക്ഷേപണ വാഹനം PSLV C-57 എന്ന വിക്ഷേപണ വാഹനത്തിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നും 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ SR ബിജു. അപ്പൊ ഷാജിയും ബിജുവും ആയിരുന്നു ഇതിന് തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാർ. പ്രോജക്ട് ഡയറക്ടർ ഷാജിയും മിഷൻ ഡയറക്ടർ ബിജുവുമാണ്. നിഗർ ഷാജി പ്രോജക്ട് ഡയറക്ടർ, മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു. അപ്പൊ എന്തൊക്കെ പോയിന്റ് പറഞ്ഞു? ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറഞ്ഞു. ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് പറഞ്ഞു 2023 സെപ്റ്റംബർ മാസം 2. വിക്ഷേപണ വാഹനം പറഞ്ഞു, കാണാതെ പറഞ്ഞേ, PSLV C-57. മനസ്സിലാക്കി പഠിച്ചോളൂ. PSLV C-57 എന്ന വിക്ഷേപണ വാഹനത്തിലേറിയാണ് പോയിരിക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നും. പ്രോജക്ട് ഡയറക്ടറിന്റെ പേര് നിഗർ ഷാജി, മിഷൻ ഡയറക്ടറിന്റെ പേര് SR ബിജു. ഓക്കെ, അപ്പൊ ഇന്നത്തെ 2 ഹോട്ട് ടോപ്പിക് കിട്ടിയോ? ഇപ്പൊ തന്നെ പഠിച്ചെങ്കിൽ S എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഡോൾവി ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത ഹോട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ദേശീയ ജലപാത. ഇതില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചോളൂ. 5 ദേശീയ ജലപാതകൾ മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്. SCRT-യിലുള്ള ഫാക്റ്റും കൂടിയാണ്. അപ്പൊ ദേശീയ ജലപാത 1, നാഷണൽ വാട്ടർ വേ 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗാ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. എവിടം മുതൽ എവിടം വരെയാണ് നീണ്ടു കിടക്കുന്നത്? അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. ഇതിന്റെ കിലോമീറ്റർ ജസ്റ്റ് ഓർത്തിരിക്കുക, 1620 കിലോമീറ്റർ ആണ്. ഗംഗാ നദിയിൽ അലഹാബാദ് മുതൽ ഹാൽദിയ വരെ, അത് തന്നെയാണ് ചോദിക്കുന്നത് എപ്പോഴും. ഗംഗാ നദിയിൽ സ്ഥിതി ചെയ്യുന്നു, അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. ഓക്കെ, ഇനി NW2 നാഷണൽ വാട്ടർ വേ 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്, സാദിയ ധൂബ്രി. അപ്പൊ സെക്കൻഡ് എന്ന് ഓർത്താൽ മതി. രണ്ടാമത്തെ വാട്ടർ വേ അല്ലേ? സെക്കൻഡ് സാദിയ മുതൽ ധൂബ്രി വരെ. ഇനി NW3 നിരവധി തവണ ഒരു 100 ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 90 എണ്ണത്തിലും എന്ത് ചോദിച്ചിട്ടുണ്ട്? NW3 ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്, കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണെന്ന് പറയുന്നു. ഇനി കോഴിക്കോട് വരെ എക്സ്റ്റെൻഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് NW3. ഇങ്ങനെ ചോദിക്കും. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏത്? NW3 ആണ്. അതിനെ പശ്ചിമതീര കനാൽ എന്ന പേരിലും വിളിക്കുന്നു. പശ്ചിമതീര കനാൽ. അപ്പൊ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത 3. ഓർക്കുക. ഇനി ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് NW4. ഗോദാവരി കൃഷ്ണ നദികളിലായി എവിടം മുതൽ എവിടം വരെ? കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. ഇനി NW5
പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത 5. പൂർവതീര കനാൽ, പശ്ചിമതീര കനാൽ ആണെങ്കിൽ NW3, പൂർവതീര കനാൽ ആണെങ്കിൽ NW എത്രയാ 5, NW5, പൂർവതീരം 5, പശ്ചിമതീരം 3. ഓക്കെ, അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ നോക്കി വെച്ചോ, ഇത്രയും ഡീറ്റെയിൽസ് നോക്കി വെച്ചോ. NW1 ഗംഗ, 2 ബ്രഹ്മപുത്ര, 3 കേരളം കൊല്ലം കോട്ടപ്പുറം, 4 ഗോദാവരി കൃഷ്ണ, 5 പൂർവതീര കനാൽ. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറന്നു പോരുതേ. അഡ്മിഷൻ എടുക്കാത്തവരെ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം. പിന്നെ ഫീസ് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ, ഇൻസ്റ്റാൾമെന്റ് സൗകര്യം ഉണ്ട്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പുകൾ, അതായത് ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളെ പറ്റിയാണ് നോക്കുന്നത്. എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 18 ഗ്രൂപ്പുകളാണുള്ളത്. ഗ്രൂപ്പുകൾ എന്നാൽ ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് പോകുന്ന കോളത്തിനെയാണ് എന്ത് പറയുന്നത്? ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന റോകളെ പറയുന്ന പേര് പിരീഡ്. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയിൽ എത്ര പിരീഡ് ഉണ്ട്? 7 പിരീഡ്. അപ്പൊ ഈ 18 ഗ്രൂപ്പുകളുടെ പേര് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓരോ ഗ്രൂപ്പുകളുടെയും പേരെന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതു പേരിൽ അറിയപ്പെടുന്നു? രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങൾ, ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? 14, 15, 16, 17, 18 വരെ പഠിക്കാം. അപ്പൊ ഒന്നാമത്തത് ആൽക്കലി ലോഹങ്ങളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 2 ആൾക്കാര് ആൽക്കലി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ആൽക്കലി, ഒന്ന് ആൽക്കലൈൻ. എന്തായാലും ആൽക്ക വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവര് 2 പേരും മാത്രമേ ആൽക്ക വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ആദ്യത്തേത് ചെറിയ പേരാ, ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തത് 3 വേർഡ്സിനകത്ത് വരുന്നുണ്ട്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. അപ്പൊ ആദ്യത്തത് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അഥവാ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി 3 മുതൽ 12 വരെയുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ നടുക്ക് നിൽക്കുന്ന ഡി ബ്ലോക്ക് ഫാമിലി, ഈ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ 3 മുതൽ 12 വരെയുള്ള ആൾക്കാരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. എവിടെ നിന്നും എവിടേക്കുള്ള ട്രാൻസിഷൻ? ഇവിടെ പറഞ്ഞത് കണ്ടോ, ലോഹങ്ങൾ എന്നല്ലേ പറഞ്ഞത്, അഥവാ മെറ്റൽസ്. അപ്പൊ മെറ്റൽസിൽ നിന്നും ഇവിടെ അടങ്ങിയിരിക്കുന്ന ആൾക്കാർ ഇതാ ഈ ഭാഗത്ത് 13 മുതൽ 18 വരെ ഉള്ളത് നോൺ മെറ്റൽസ് ആണ്. അപ്പൊ മെറ്റൽസിൽ നിന്നും നോൺ മെറ്റൽസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. 3 മുതൽ 12 വരെ ഒരു ട്രാൻസിഷൻ അല്ലേ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കുന്ന പേര്, 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളെ വിളിക്കുന്ന പേര് സംക്രമണ ലോഹങ്ങൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. സംക്രമണ മൂലകങ്ങൾ എന്ന് ഓർത്താൽ മതി. സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി 13 മുതൽ 18 വരെയുള്ള ആൾക്കാരെ പഠിക്കാൻ എളുപ്പമാണ്. BCNO എന്ന് പഠിക്കുക. BCNO 13 മുതൽ 16 വരെ അവിടെ കിട്ടും. B ഫോർ ബോറോൺ, C ഫോർ കാർബൺ, N ഫോർ നൈട്രജൻ, O ഫോർ ഓക്സിജൻ. ഈ ഓക്സിജൻ ഫാമിലിയെ വേറൊരു പേരിലും കൂടെ വിളിക്കും, ചാൽക്കോജനുകൾ. ചാൽക്കോജൻസ് എന്ന് വിളിക്കുന്ന ഫാമിലി ഏതാണ്? 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അഥവാ ഓക്സിജൻ ഫാമിലിയാണ്. 17 ഇതും നേരത്തെ പറഞ്ഞതുപോലെ 100 ചോദ്യപേപ്പർ എടുത്താൽ ഒരു 55 ചോദ്യപേപ്പറിലെങ്കിലും ഏത് ചോദിക്കും? ഹാലോജൻ ചോദിക്കും. ഹാലോജൻ എത്രാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ഹാലോജനുകൾ എന്നാൽ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആരൊക്കെയാണത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്നിവരാണ് ഹാലോജനുകൾ അഥവാ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഇതിന് 18ാമത്തെ ഗ്രൂപ്പ്, ഈ ഏറ്റവും അറ്റത്ത് കുറച്ച് അലസന്മാരിപ്പുണ്ടല്ലേ, അലസവാതകങ്ങൾ അഥവാ ഇനേർട്ട് ഗ്യാസസ്. ഇവരെ വിളിക്കുന്ന പേരാണ് നോബിൾ ഗ്യാസസ് അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വിളിക്കും. ആരൊക്കെയാണ് ഈ ഉത്കൃഷ്ടവാതകങ്ങൾ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഒഗാനീസൺ എന്നിവരാണ് ഈ ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ മനസ്സിൽ ഓർത്ത് പറഞ്ഞേ. ഫസ്റ്റ് ആൽക്കലി ലോഹങ്ങൾ, സെക്കൻഡ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ ഒരു ട്രാൻസിഷൻ ആണ്, സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ്. 13 BCNO, 13, 14, 15, 16 BCNO, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇനി 17 ഹാലോജനുകൾ, 18 നോബിൾ ഗ്യാസസ് അഥവാ ഇനേർട്ട് ഗ്യാസസ്, അലസവാതകങ്ങളെന്നോ ഉത്കൃഷ്ടവാതകങ്ങളെന്നോ തരും.
ഓക്കെ, അപ്പൊ 4 ഹോട്ട് ടോപ്പിക് നിങ്ങൾ പഠിച്ചോ കുട്ടികളെ? പഠിച്ചെങ്കിൽ യെസ് എന്ന് താഴെ പറയൂ. ഈ ഒരു എനർജി ഫുള്ളായിട്ട് കീപ്പ് ചെയ്തോ. ഈ ഒരു ത്വര നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു ആഗ്രഹം നിങ്ങൾ പരീക്ഷ കഴിയുന്നത് വരെ കീപ്പ് ചെയ്തോ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈ കിട്ടുമ്പം നിങ്ങൾ സന്തോഷവതിയായിട്ടും വാങ്ങുന്ന ആ ഒരു ദിവസം എന്നും സ്വപ്നം കാണുക, എന്നും മനസ്സിൽ കാണുക. അന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ സ്പിരിറ്റ് ഒരിക്കലും കുറയത്തില്ല. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ചുരങ്ങളെ കുറിച്ചാണ്. ചുരങ്ങളെ കുറിച്ചും എപ്പോഴും PSC ചോദിക്കാറുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട 2 ആൾക്കാരുണ്ട്. ആരൊക്കെ? അവര് പാലക്കാട് ചുരവും താമരശ്ശേരി ചുരവും. താമരശ്ശേരി ചുരമാണ് വയനാട് ചുരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, കമ്മ്യൂണിറ്റി ടാബിൽ. ആ പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തായിരുന്നോ? വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ലേ? ഏതാണ് ഉത്തരം? താമരശ്ശേരി ചുരം. ഇനി ചുരത്തിന്റെ പേര് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളുടെ പേരും കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയും ചുരങ്ങൾ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓരോന്നിലേക്ക് വരാം. പാലക്കാട് ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം എന്ന് ചോദിക്കും. കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. പെരിയ ചുരം മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. മാനന്തവാടിയെ ഏതുമായി ബന്ധിപ്പിക്കുന്നു? മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഈ 3 ഇപ്പൊ തന്നെ പഠിച്ചേ. പാലക്കാട് കോയമ്പത്തൂർ, താമരശ്ശേരി കോഴിക്കോട് മൈസൂർ, പെരിയ ചുരം മാനന്തവാടി മൈസൂർ. ആര്യങ്കാവ് ചുരം അറിയണമെങ്കിൽ ഒന്ന് തെക്കോട്ടേക്ക് വരൂ. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം ഒന്ന് മുകളിലേക്ക് പോയേ. ഇടുക്കി മധുര. അപ്പൊ നല്ല ബോഡി ഉണ്ടെങ്കിൽ ഇടിക്കാനൊക്കെ നല്ല സൗകര്യമല്ലേ? അപ്പൊ ബോഡി ഇടി ഇടുക്കിയാണെന്ന് കിട്ടും. ഇടുക്കി മധുരമുള്ള ഇടി. അപ്പൊ ഇടുക്കി മധുര ബോഡി ഇടുക്കി മധുര കിട്ടിയല്ലോ. ഇനി കർക്കൂർ ചുരം കേരളത്തെ നീലഗിരിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ. കേട്ടിട്ടുണ്ടോ? കർക്കൂർ ചുരം കേരളം നീലഗിരി. പാല് തോർത്താ മതി. മൂക്കിന്റെ പാലം വായയും കണ്ണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നില്ലേ? അപ്പൊ പാല്, വായ, കണ്ണ്. പാൽ ചുരം വയനാടിനെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി. ആലുവാമൊഴി ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചു. തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന, രണ്ടും തീയാണ്. തിരുവനന്തപുരം തിരുനെൽവേലി, ആലുവാമൊഴി ചുരം. കമ്പത്തെ തൊടുപുഴയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം. എളുപ്പമുണ്ട്. കമ്പത്തെ തൊടുപുഴയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും ചുരങ്ങൾ എത്രണ്ണം? 3 3 6 6 3 9 10 ചുരം. പാലക്കാട് ചുരം, താമരശ്ശേരി, പെരിയ, ആര്യങ്കാവ്, ബോഡി നായ്ക്കന്നൂർ, കർക്കൂർ, പാൽചുരം, പേരമ്പാടി, ആലുവാമൊഴി, കമ്പം. ഓക്കെ, കിട്ടിയോ? ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ എന്തായാലും ഇട്ട് തന്നേക്കാം. അപ്പൊ ഇന്ന് പഠിച്ച ടോപ്പിക്കുകൾ ഒന്ന് പറഞ്ഞേ. ആദ്യം പഠിച്ചത് ഭോജനങ്ങളെ കുറിച്ചാണ്. രണ്ടാമത് പഠിച്ചത് ആദിത്യ L1 കുറിച്ചാണ്. മൂന്നാമത് പഠിച്ചത് ദേശീയ ജലപാതകളെ കുറിച്ചാണ്. നാലാമത് പഠിച്ചത് ഗ്രൂപ്പുകളും മൂലകങ്ങളുമാണ്. അഞ്ചാമത് പഠിച്ചത് ചുരങ്ങളെ കുറിച്ചാണ്. കിട്ടിയോ? കിട്ടിയെങ്കിൽ യെസ് എന്നൊന്ന് പറഞ്ഞിട്ട് പോയേ. അപ്പോ മറക്കണ്ട, നമ്മുടെ LGSന്റെ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LDC ബാച്ചും അവൈലബിൾ ആണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലും ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. LDCയിലും പ്രിന്റ് എടുക്കാൻ പറ്റുന്ന നോട്ട് ഉൾപ്പെടെയാണ്. അപ്പോൾ ഒരുപാട് ധൃതി പിടിച്ച് പോകുന്ന ബാച്ചൊന്നും അല്ല. ഒരു ദിവസം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2.5 മണിക്കൂറേ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ് വരുന്നത്. ശനിയും ഞായറും ആ ഒരാഴ്ച, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.